നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ അറിയുന്നുണ്ട് പത്രവാർത്തകളിലൂടെ. നാണക്കേടാണ്, വലിയ നാണക്കേടാണ്. കാരണം അമ്മ പെണ്ണുപിടിയന്മാരുടെ ഒരു സങ്കേതമായി മാറി എന്ന ആരോപണമുണ്ടാവുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ. നടിമാരെ ചരക്കുകളായി കാണുന്ന നടന്മാർ അമ്മയെ അടക്കി ഭരിക്കുന്നു എന്ന തോന്നലുണ്ടാവുന്നു. ഈ സാഹചര്യത്തിലാണ് പുരുഷ കേസരികൾ മാറി നിന്നിട്ട് സ്ത്രീകൾക്ക് ചുമതല കൊടുക്കുന്നത്. ശ്വേതാ മേനോൻ പ്രസിഡന്റായി, കുക്കു പരമേശ്വരൻ സെക്രട്ടറിയായി, അങ്ങനെ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി ഉണ്ടായി. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ്. ഉത്തരവാദിത്വമില്ലാതെയും തമ്മിൽ തല്ലിയും പരസ്പരം വൃത്തികേടുകൾ പറഞ്ഞുമൊക്കെ താരങ്ങൾ ഈ സമൂഹത്തെ നാണം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഞങ്ങൾ കൊടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി പദവിയിൽ നിന്നും രാജിവെച്ച നടി അൻസിബ ഹസൻ വേദനയോടെ, അപമാനഭാരം താങ്ങാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയിലെ അംഗങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇന്ന് അല്പം മുമ്പാണ് അൻസിബ ഹസൻ അപമാനഭാരത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സന്ദേശം അയക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇന്നിപ്പോ ഇടേണ്ടി വന്നതാണ്. ഞാൻ അൻസിബയാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇടേണ്ടി വന്നതാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി ആയ എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങി ഇതെല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. അത് പുറത്തിറങ്ങി ഞാൻ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുമ്പോഴും അത് മറ്റൊരാൾ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെറും ഒരു പരദൂഷണമായിട്ട് പറയാൻ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു പരദൂഷണമായിട്ട് പറയാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ വന്നു സംസാരിക്കുകയാണ്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവണം, അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. അപ്പോ വെറും മോശമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എപ്പോഴും പുരുഷന്മാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ സംഘടനയിലുള്ളവര്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ഇപ്പൊ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ എനിക്കെതിരെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി ടിനി ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നീനാക്കുറുപ്പ് ചേച്ചി വന്ന് എന്നോട് പറയുകയും മറ്റ് ചില അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ടിനി ടോം ചേട്ടൻ എന്നെ പറ്റി ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടു എന്ന് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരാൾ സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുക്കും. കോടതിയിൽ അത് വിശ്വസനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അവിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയിലുള്ള ചില സ്ത്രീകൾ തന്നെ പുറത്തോട്ടേക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. രാവിലെ തന്നെ ഞാനിത് ഈ നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം മാനസിക വേദന ഉണ്ടായിട്ടായിരിക്കും. അപ്പോ പരാതി പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കുന്നത് എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം ചേട്ടൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഘോരഘോരം വാദിക്കുന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീനാക്കുറുപ്പ് ചേച്ചി അയച്ച പരാതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പരാതി നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടിനി ടോം ചേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ എത്ര ദയനീയമായ സാഹചര്യമാണെന്ന്. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗം എന്ന നിലയിൽ അൻസിബ ഹസൻ ചില നിലപാടെടുക്കുന്നു. ആ നിലപാട് തള്ളാനും കൊള്ളാനുമുള്ള അവകാശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുണ്ട്. ഭൂരിപക്ഷം പേർ തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാം. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അപമാനിക്കപ്പെടുക കമ്മിറ്റിക്കകത്തും പുറത്തും അത് വളരെ കഷ്ടമാണ്. അൻസിബ ആരോപിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ടിനി ടോം അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒന്നല്ല അനേകം പേർ പറയുന്നു ടിനി ടോം പരസ്യമായി അൻസിബ ഹസനെ അപമാനിക്കുന്നുവെന്ന്. അൻസിബ ഹസൻ മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് മാത്രം അവരെ അപമാനിക്കുന്നു എന്നത് കൂടുതൽ ഗൗരവമേറിയ വിഷയമാണ്. അൻസിബ പറയുന്നത് അമ്മയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു ക്ഷേത്രം സ്പോൺസറായി എത്തുന്നു. അത് ശരിയല്ല എന്ന് അൻസിബ പറയുന്നു. ക്ഷേത്രം എന്നല്ല, ഒരു മതസംഘടനയും സ്പോൺസറായി എത്താൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ സംഭാവന നൽകാം. എന്നാൽ ടൈറ്റിൽ സ്പോൺസറായി വരുമ്പോൾ ഒരു മതചിഹ്നമായിരിക്കും
അമ്മയുടെ പരിപാടിയിൽ കാണിക്കേണ്ടി വരുന്നത്. അത് അങ്ങേറ്റം ഖേദകരമാണ്. അത് ക്ഷേത്രമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും പാടില്ല. ഇതായിരുന്നു അൻസിബയുടെ നിലപാട്. അല്ലാതെ ക്ഷേത്രത്തിന്റെ മാത്രം എടുക്കരുത്, മുസ്ലിം പള്ളിയുടെ ആവാം എന്ന് പറഞ്ഞില്ല. ഈ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള അവകാശം അൻസിബയ്ക്കുണ്ട്. ഇത് പറഞ്ഞതിന് പേരിൽ അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുക, ഇത് വളരെ കഷ്ടമല്ലേ? അൻസിബ മാത്രമല്ല പറയുന്നത്, നിരവധി പേർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റവും ആരോപണങ്ങളും ഉണ്ടായെന്ന്. മാത്രമല്ല അൻസിബയുടെ മോശം സ്വഭാവമാണ്, ആരോടെങ്കിലും സംസാരിച്ചാൽ അവരുമായി അവിഹിത ബന്ധമാണ് എന്നൊക്കെ സഹതാരങ്ങൾ പറഞ്ഞു നടക്കുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. മാത്രമല്ല അൻസിബ ഒരു ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞതിന് പേരിലാണ് അൻസിബയെ ജിഹാദിയാക്കിയത്. ഈ ക്ഷേത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പലരും മൂക്കത്ത് കൈവിരൽ വെച്ചത്. നോക്കൂ, ഒരു ക്ഷേത്രം എന്തിനാണ് സിനിമാ താരങ്ങളുടെ പരിപാടി സ്പോൺസർ ചെയ്യുന്നത്? സാധാരണഗതിക്ക് ക്ഷേത്രത്തെ ആളുകൾ സ്പോൺസർ ചെയ്യും. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്തെ ക്ഷേത്രത്തെയും എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തെയും ഒക്കെ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ ക്ഷേത്രമാണെങ്കിലും അങ്ങോട്ട് സ്പോൺസർ ചെയ്ത് ആറ്റുകാൽ ക്ഷേത്രം നമ്മൾ സ്പോൺസർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ക്ഷേത്രം സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? അതെങ്ങനെയാണ് കഴിയുന്നത്? ക്ഷേത്രത്തിന് 75 ലക്ഷം രൂപ കൊടുത്ത് അമ്മയുടെ പരിപാടി സ്പോൺസർ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ക്ഷേത്രത്തിന് വരുമാനം ഭക്തജനങ്ങൾ കൊടുക്കുന്നതാണല്ലോ. ക്ഷേത്രം എങ്ങനെയാണ് മറ്റുള്ളവർ സ്പോൺസർ? അത് തന്നെ അശ്ലീലമാണ്, അത് തന്നെ സംശയാസ്പദമാണ്. മാത്രമല്ല ആരാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്? എറണാകുളം വെണ്ണരിയിലെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന TG നന്ദകുമാറാണ്. കുപ്രസിദ്ധനാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. നിരവധി കേസുകളിൽ കോടതികളുമായി ഇടപെടൽ നടത്തുന്ന തരത്തിൽ ആരോപണ വിധേയനായ ആളാണ്. പല പ്രമുഖർക്ക് വേണ്ടിയും ദല്ലാൽ നന്ദകുമാർ കോടതി വിധി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും പലരോടും ഈ ആവശ്യം പറഞ്ഞ് പണം വാങ്ങുകയും ചെയ്തു എന്ന ആരോപണമുണ്ട്. ആ ദല്ലാൽ നന്ദകുമാർ 75 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സംശയിക്കേണ്ടതുണ്ട്. അത് വളരെ ദുരൂഹമാണ്. അത് കളങ്കിതമായ ഒരു ഇടപാടാണ്. അതിന് അമ്മ നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമായിരുന്നു. അത് അമ്മ ചെയ്തില്ല. അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അക്കാര്യം ചൂണ്ടിക്കാട്ടിയ അൻസിബ ഹസൻ അപമാനിക്കുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ പണം വാങ്ങിക്കൊണ്ട് അമ്മ പരിപാടി നടത്തേണ്ടി വരുന്ന അവസ്ഥ എത്ര ദയനീയമാണ്. ദല്ലാൽ നന്ദകുമാർ ലാഭമില്ലാത്തൊന്നും ചെയ്യില്ല, എല്ലാവർക്കും അറിയാം. ദല്ലാൽ നന്ദകുമാർ 75 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഈ സിനിമാ താരങ്ങളെ മുഴുവൻ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പടമെടുപ്പിക്കും. അങ്ങനെ ആ ക്ഷേത്രത്തിന് വാല്യൂ ഉണ്ടാക്കും. അങ്ങനെ ക്ഷേത്രം മഹാത്ഭുതമാണെന്ന് പറയിപ്പിക്കും. ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് തങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് നടിമാരെ കൊണ്ട് പറയിപ്പിക്കും. ഇത് വെച്ച് മാർക്കറ്റ് ചെയ്ത് അവിടേക്ക് ഭക്തജനങ്ങളെ എത്തിക്കും. നേരത്തെ രാഷ്ട്രീയക്കാരിയായിരുന്നു ദല്ലാൽ നന്ദകുമാർ അവിടെ എത്തിച്ചിരുന്നത്. ഈ പി ജയരാജൻ അവിടെ പോയിരുന്നത് വലിയ വിവാദമായിരുന്നു. ഇപ്പോഴിതാ സിനിമാ താരങ്ങളെ എത്തിച്ച് ഒരു ക്ഷേത്രത്തിന് വരുമാനം കൂട്ടാൻ ശ്രമം നടത്തുന്നു. അതിനുവേണ്ടി ക്ഷേത്രം 75 ലക്ഷം രൂപ കൊടുക്കുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അൻസിബ ഹസനെ അപമാനിക്കുന്നു. അൻസിബ ഹസൻ മോശക്കാരിയാണെന്ന് പറയുന്നു. അവരെ ജിഹാദിയാണെന്ന് വിളിക്കുന്നു. ഇതൊക്കെ അങ്ങേയറ്റം ഖേദകരമാണ്. ഇങ്ങനെ പോയാൽ അമ്മയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. അൻസിബ ഹസനെ തിരിച്ചെടുത്ത് പ്രശ്നം പരിഹരിക്കണം. ഇപ്പോ ഈ പ്രശ്നത്തിൽ സാക്ഷി പറഞ്ഞു എന്നതിന്റെ പേരിൽ നീന കുറുപ്പിനെ പുറത്താക്കാനാണ് നീക്കം നടത്തുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പുറത്താക്കിയാൽ പിന്നെ അമ്മ ബാക്കി ഉണ്ടാവുമോ? സ്ത്രീകൾ അധികാര സ്ഥാനത്തെത്തിയപ്പോൾ ചിലർക്ക് സുഖിക്കുന്നില്ല എന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തൊരു വർത്തമാനമാണത്! ശ്വേതാ മേനോനെ പോലെ തന്നെ സ്ത്രീയാണ് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, സ്ത്രീയാണ് നീന കുറുപ്പ്, സ്ത്രീയാണ് അൻസിബ ഹസൻ. അവരൊക്കെയാണ് ഇരകൾ. സ്ത്രീകൾ തന്നെ ഇരകളാകുമ്പോഴും സ്ത്രീഭാഗം പറഞ്ഞ് പിന്തുണ നേടാൻ ശ്രമിക്കുന്ന ഖേദകരമാണ്. അമ്മ പിരിച്ചുവിട്ട് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തി പണി അറിയാവുന്നവരെ ഏൽപ്പിച്ചില്ലെങ്കിൽ അങ്ങേയറ്റം ഖേദകരമായി മാറും ഈ സാഹചര്യം.